അപ്പോൾ വെൽക്കം ബാക്ക്. പെരുന്നാളാണ് ഇവിടെ സൗദിയിൽ. അപ്പോൾ ഒട്ടകത്തിൻ്റെ തല തൂക്കിയിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര കുർത്തം മുട്ട് പോരാ, ഭയങ്കര തിരക്കന്നെ. ചെറിയ വ്ളോഗൊക്കെ അതിൻ്റെ. അപ്പം ഇനി നമ്മളങ്ങോട്ട് നല്ല വ്ളോഗുകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം കുറച്ച് മുട്ടായി വാങ്ങാൻ പോകണം. അങ്ങനെയൊക്കെ പിന്നെ നല്ല അടിപൊളി. ഇതാണ് ഞങ്ങളെ നാളത്തെ ഫുഡും കാര്യങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടം. ഒട്ടകം തൂക്കിയിട്ടാണ്, അല്ലാതെ കാട്ടാൻ പറ്റില്ല. അപ്പോൾ നമ്മങ്ങനെ ഉണ്ടോളി ആ ബാക്കിൽ ഒട്ടകത്ത് അറുപത് തൂക്കിയിട്ടുണ്ട്. അതൊന്നും വേണ്ട, നമുക്ക് കുറച്ച് മുട്ടയും കാര്യങ്ങളും വേണം. അത് വാങ്ങാൻ വേണ്ടി ഇങ്ങനെ പോകണം. ഇപ്പോൾ 4:30 നിസ്കരിച്ചാലും ഇനി കുറേ കലാപരിപാടികളുണ്ട്. റൂമിലെത്തിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തോണ്ട് പോയിക്കോളി. വെള്ളം പറഞ്ഞു ഇവിടെ ക്ലീനിങ്ങിൻ്റെ പണിയില്ലേ. അപ്പോൾ കുറച്ച് മുട്ടായി കാണാം അല്ലേ. പെരുന്നാളായിട്ട് ഇനി ആർക്കും മുട്ടായി എടുത്തില്ല എന്നല്ലേ ഇതല്ലേ. 1 കിലോ തന്നെ വാങ്ങിക്കോ. ഒരാൾക്കാർക്ക് മുട്ടായി കൊടുക്കണം. അപ്പോൾ എത്ര വില വെക്കുക? നല്ല അടിപൊളി മുട്ടായും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ പരിപാടി എന്താ വെച്ചാൽ റൂമിൽ ഞങ്ങൾക്ക് കുറച്ച് വെറൈറ്റി ഉണ്ട്. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇങ്ങനെ കാണാം. അതേപോലെ സാധനങ്ങളുണ്ട്. പിന്നെ അതേപോലെ പിന്നെ എന്താ വെച്ചാൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ഭയങ്കര തിരക്കായി. അപ്പം ഞങ്ങൾ പിന്നെ സക്കാത്തിൻ്റെ അരി എടുക്കണ്ടായിരുന്നു. അതിപ്പോൾ ഞങ്ങളവിടെ കൊടുത്തേ. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് കൂടുക. അപ്പോൾ ഫുള്ള് വളരെ ടയേർഡാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ നോമ്പ് പറഞ്ഞപ്പോൾ കഴിച്ചതാണ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചാൽ സമയം കിട്ടില്ല. പിന്നെ ഫുഡും ഉണ്ടാക്കിയില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ ടൈം കിട്ടിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഇവിടെ ഇപ്പോൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ സുബഹിസ്കാരം കഴിഞ്ഞാണ്ട് ഇത് കഴിഞ്ഞ നിസ്കാരം തുടങ്ങി. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ചോറയിച്ചാൽ അത് നമ്മൾ കുറച്ച് മുട്ടായി അങ്ങട്ടെ. പിന്നെ ശരി. കുറച്ച് മുട്ടായി അങ്ങട്ടെ. ഇത് മിക്സ് അല്ലേ, അതാണല്ലേ. ഇതൊന്നായിട്ട് ഇങ്ങനെ വാങ്ങിയാൽ 1 കിലോനാണ് വാങ്ങല്ലേ. ആയിക്കോട്ടെ. ഇപ്പോഴും ആൾക്കാരൊക്കെ സാധനം വാങ്ങല്ല കേട്ടോ. എല്ലാവരും बाई पैक आधा किलो ज़्यादा माफ़ी मुश्किल है. ज़्यादा आइयो हाँ अरे यूट्यूब मुश्किल है अंदर सऊदी अला यमन हमें नहीं സുഖരാണ്. അങ്ങനെ കുറച്ച് മുട്ടായി ബദാം വാങ്ങി അല്ലേ. നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം. ചെറിയ വെള്ളം എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല. അല്ലാ അതൊക്കെ തള്ളിയിട്ട് ചെറുക്കൻ അതൊക്കെ തള്ളിയിട്ട് പോണതാ. ആകെ കൊയങ്ങീണ്. നമ്മളോട് ചോദിച്ചില്ല, നമ്മള് അവിടുത്തെ കഴിഞ്ഞിട്ട് അപ്പൊ നമ്മൾ ഇനി എന്തെങ്കിലും വെള്ളമൊക്കെ വേണ്ടേ. ഭയങ്കര ക്ഷീണം. വെള്ളം പച്ചവെള്ളം കുടിച്ച് എന്നാലും ഇനി ചെറിയ കുപ്പികളെ എനിക്ക് മതി. എനിക്ക് ലാഭം മതി. അനക്കെന്താ വാങ്ങിയെടുത്തോ? ഞാനൊരു ലാഭനെടുത്ത തരിപ്പുള്ള വെള്ളമാണല്ലോ. ഇത് തരിപ്പുള്ള വെള്ളം എടുത്തു വാങ്ങിയിട്ട് ഇല്ലടിച്ചിട്ട് ഒരാൾ എടുത്തപ്പോൾ തന്നെ കുടിച്ചു. എന്നിട്ട് വാണ്ടില്ലേരി നയിക്കണേ. ആ പൈസ പോയി. ബില്ലെടുക്കട്ടെ. ഒരാൾ വാങ്ങിയ സാധനമാണോ അല്ലേ. അപ്പൊ എന്താണെന്ന് കുടിച്ചില്ലേ? അത് തന്നെയല്ലേ ഇതോ? അത് വെള്ള കളറേനി കമ്പനി മാറാണ്. ഏതായാലും പറ്റും. അപ്പൊ ആ കമ്പനി ഞാൻ വാങ്ങണ്ട. നമ്മള് പറയണില്ല, ആവശ്യമുള്ളത് വാങ്ങുന്നത്. അപ്പൊ മുട്ടായി വാങ്ങിയത് ആർക്ക് കൊടുക്കാനാണ്, എങ്ങനെ കൊടുക്കാനാന്നൊക്കെ വയ്യേ വരും. ആർക്കും മുട്ടായിട്ടില്ല കടയിൽ. അതിനോട് എനിക്ക് കണ്ടോ കിട്ടി. ചായ ആരെ കൊടുത്താവോ? 2 മുട്ടായി അതിന് കീസി ഉണ്ട്. ഞാൻ കീസി കിട്ടൂ. അപ്പൊ മുട്ടായി ഒന്നൊപ്പിക്കോ. ആകാ നമ്മളവിടെ ചെറുക്കോ ഓൻ അവിടെ നിന്ന് വിളിച്ചിനതാ നമ്മളെ പമ്പുള്ള.
വേറെ പ്രശ്നം, മുടി വെട്ടിയിട്ടില്ലേ. അപ്പം നമ്മളെന്തായാലും മുടി വെട്ടൽ എവിടുന്ന വെച്ചാൽ ഇവിടുന്ന്. എൻ്റെ മെഷീൻ വേണോ? അയച്ചെടുത്തുണ്ട്. അപ്പോൾ ഏത് ആ അങ്ങനെ മുടി വെട്ടാൻ പോകണം. മുടി വെട്ടിയിട്ടില്ല. അങ്ങനെ ഒടുവിൽ ഇവനെ കൊണ്ട് തന്നെ മുടി വെട്ടിക്കാന്ന് കരുതി. ഇനി മുടി വെട്ടാൻ സമയമില്ല. ബാർബറോട് ചോദിച്ചിനി, വരാനൊക്കെ പറഞ്ഞ് രാവിലെ വരെ ഉണ്ടാവണം, ഇനി ടൈമില്ല. അപ്പോൾ ഇവിടുന്ന് നമ്മൾ റൂമിൽ തന്നെ ബായിനെ കൊണ്ട് വെട്ടിച്ച താൽക്കാലിക മതി. അപ്പോൾ നല്ല അടിപൊളി വീഡിയോസ് നമ്മൾ തരണമെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ പെരുന്നാളിൻ്റെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടെങ്കിൽ എടുക്കും. അത്ര അങ്ങനെ വെട്ടുന്ന മുന്നിലോട്ട് പോകുന്നു. എന്താകോ എന്തോ വെച്ചെടുക്ക തന്നെ സമയമില്ലല്ലോ. ഞങ്ങൾ സ്ഥലത്തുനിന്ന് പോ, ഞങ്ങളവിടെ എല്ലാം വേണം, കസാലിയും വേണം, കക്കൂസിന്റെ വെട്ടണേ. അപ്പൊ വെട്ടി കഴിഞ്ഞിട്ട് വരാം. വെളിച്ച വേണം മാത്രം വെട്ടണത്. വെട്ടിട്ട് വരാം. കക്കൂസിന് മുടി വെട്ടണം. इधर छोटा बस, इधर से नहीं है। हाँ मालूम है, इधर से क्लीनिंग बस। ओके, इधर छोटा देखिए, इधर छोटा है पूरा है। हाँ मालूम। अपना इधर है क्लीनिंग है। वक्का അറിയാന്ന് പറയണ്ടേ. മുടി വെട്ടി ചിത്തരനായി വരും. ഓട്ടം വന്നു തുടങ്ങാണ്. കലാപരിപാടികൾ തുടങ്ങാണ്. കഴിച്ചു ഭയം കഴിച്ചു. അടുത്ത പോലീസോ ആട്ടെ പറയും. മറ്റേ ഇന്നസെന്റിന്റെ പിന്നെ ചെക്കന്മാരുടെ സെക്കൻഡ് ടീമിന്റെ പരിപാടി ഇതെടുക്ക പോണേ. ഡാൻസ് ആക്കെ സുബേഷ്. അപ്പൊ ഇനി ഞങ്ങള് അല്ലോ ഇനി കൂടി കഴിഞ്ഞിട്ടാണ് പരിപാടി. അല്ല ഇനി കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ പിന്നെ ഇനി ഡ്രസ്സ് പെരുന്നാൾ ഡ്രസ്സ് കാണിച്ചു തരാം. പൊളി ഡ്രസ്സ് ഉണ്ട്. ഒന്ന് കുളിച്ചിട്ട് വരാം, എന്നിട്ട് ബാക്കി കാണിച്ചു. ആ ഗൈസ്, പെരുന്നാളായി കഴിഞ്ഞാലേ പിന്നെ നമ്മള് നാട്ടിലൊക്കെ ആകുമ്പോ നമ്മളെ ചെറുപ്പത്തെ കാര്യം പറഞ്ഞുതരാം. പിന്നെ പെരില് മരം കണ്ട പൊടിച്ച് എണ്ണയിൽ കണ്ട് പൊരിച്ചു. ആ ശീലം നമ്മൾ മാറ്റിയിട്ടില്ല. മര കുറ്റം പറയല്ലോ കേട്ടോ. എണ്ണൊക്കെ തേച്ച് നല്ല ചളിന്നൊക്കെ പോകാനാണ്ടി ആ ശീലം നമ്മൾ മാറ്റാത്തതുകൊണ്ട് നമ്മളിപ്പോഴും പെരുന്നാളായി കഴിഞ്ഞാൽ അപ്പം നമ്മളെ കുട്ടികളെ അങ്ങനെ ജയിച്ചിന് നമ്മളെന്ത് ചെയ്യും? ഞാൻ പറയട്ടെ, നമ്മളെ എണ്ണ ആകെ തേച്ചിട്ട് മേത്തൊക്കെ തേച്ച് അന്നൊരു പെരുന്നാൾ കുളി പറഞ്ഞ മാതിരി, അല്ലാതെ കുളില്ലല്ലോ. അപ്പൊ ആ കുളി നമ്മൾ കുളിച്ചു. അപ്പൊ ഇന്നും അതന്നെയാണ്, എണ്ണ ഇട്ടിട്ട് പൊരിക്കാൻ പോവാണ്. നിങ്ങളറിയും വെറുതെ അല്ല കറുത്തണല്ലേ, കറുപ്പിനെ അയക്കാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് തേച്ച് വരച്ച് കുളിച്ചാണ്. വാ അതിൽ കൂടെ തന്നെ വാ ഒരുത്ത പേരുണ്ട് നമ്മളിവിടെ എണ്ണ തേച്ച്. ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ ആക്കാനല്ലോ. മോത്ത് പൊരിച്ചെടുക്കലാണ് അല്ലേ? അല്ലേ? വാ കുത്തിർന്ന് പോര്, എന്നാ കാണൂല. ഓനെ എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരണോ ഓന്റെ വരവ്? എണ്ണടേ കാണോ? കുറച്ച് വിളാറാക്ക. തിരുമ്പി ട്രൗസർമ എടുക്കണം, അതാണ് വരാത്തത്. അന്ന് ഈ എണ്ണി പൊരിച്ചാൻ പോണ്. നീ ചെയ്ത ഞാൻ മാറ്റില്ല. എപ്പോഴും നമ്മള് പെരുന്നാളായപ്പോഴും ആ എണ്ണ കുറച്ചിങ്ങനെ തേച്ചു. ഒരു പഴയ ഇതിങ്ങനെ നമ്മൾ തരാണ്. അപ്പൊ നമ്മൾ കുളിച്ചിട്ടൊക്കെ വരാം. എന്തേ കുളിച്ചിട്ട് വേറെ പാട്ടുണ്ട്. ഫസ്റ്റത്തെ ഒരു പാട്ടുണ്ട്. ഏത്?
അണ്ണ പാത്തയെ പാത്തിക്കോ പാത്തിക്കോ ഓ ഓ അണ്ണ പാത്തയെ. അപ്പൊ അങ്ങനെ ഒരു റീൽസ് ഈ പെരുന്നാൾക്ക് ഞങ്ങള് റീൽസ് അണ്ണന പാത്തിന്റെ റീൽസ് ഉണ്ടാവും അടിപൊളിയായിട്ട് അല്ലേ? ബീച്ചിൽ തന്നെ ആക്കല്ലേ റീൽസ്? ആ നമ്മളെ വൈറൽ കണ്ടന്റ് ബോഡി ഷോ പിന്നെ കാണിച്ചു തരാം. അപ്പൊ ഏതായാലും വിളിക്കട്ടെ. ഗുളി ക്ലാസ് ഇവിടെ പെരുന്നാൾ ഡ്രസ്സായി ഉള്ളു കാണിച്ചു തരാം. അപ്പൊ ഇനി വേറെ കുറെ ആൾക്കാരുടെ അഭിപ്രായം ചോദിച്ചുണ്ട്. നമ്മള് മുട്ടായി വാങ്ങിയ വേറെ ഒക്കെ ഉണ്ട്. അത് നമ്മള് വേറെ കാണിച്ചു തരും. അടുത്ത വ്ളോഗിൽ വരും. ഇതിപ്പോ നമ്മളെ കടയിൽ തന്നെ അപ്പുറത്തെ റൂമത്താർക്ക് കൊണ്ടുകൊടുക്കട്ടെ. എന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് ചോദിച്ചോ. ഉറക്കൂ. अस्सलामुअलैकुम बेबी कैफला ईद मुबारक. सोएगा? मस्ती में नहीं है? मस्ती में नहीं आएगा? इधर हमारा रोकी बिल्ला भाई शेर भाई मेरा कॉस्ट्यूम ए ले लो. मेरा कॉस्ट्यूम अच्छा है. तुम्हारा है अच्छा है ना? आप क्या नहीं है? शादा अच्छा है ना? अभी कोई इन्हें बस थोड़ा चूड़ा मत चलो. हाँ हम ना ये जो मालिश मुझे अच्छा कि यार तर चिल्लो अच्छा है ना? बंदे फोटो वो भी अच्छा है. बंदे फोटो चलो अंदर बंदा सा അടുത്ത വൈറൽ കണ്ടന്റ്. അങ്ങനെ വണ്ടപ്പോ ഏതാടാ പോക്ക്? ഞങ്ങളെ വക കേട്ടോ. ഇനി നമ്മളെ ആ ഇവിടെ ഡോറ് തുറന്നേക്കാം. മാഫി പള്ളിയിൽ പോയിണ്ടോ? ഭയ്യാ ബായ്. ഉറങ്ങാണ്. പെരുന്നാൾ ഡ്രസ് ഇതൊന്നല്ല കേട്ടോ. അപ്പൊ ഇത് ജസ്റ്റ് കോസ്റ്റ്യൂം മാത്രം. അപ്പൊ അടുത്ത വ്ളോഗില് നമ്മള് വരും അടിപൊളിയായിട്ട്. ഇനി നമ്മള് മാറ്റണം പള്ളിക്ക് പോകണതും ഭക്ഷണം കഴിക്കണതും ഒക്കെ ആയിട്ട് ഒരു വ്ളോഗ് നമ്മള് കാണിച്ചു തരാം. അടിപൊളി വ്ളോഗാരം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. സീ യു.